ഓരോ പ്രവാസിയും ഒരു വൻമരമാണ്. വൻമരച്ചില്ലയിൽ കൂടുകൂട്ടുന്ന പക്ഷികളെ പോലെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരുമായി എത്രയോ പേർ ഇവർക്കിടയിൽ കൂടുകൂട്ടുന്നു. അതെ, പ്രവാസികൾ കാരുണ്യത്തിന്റെ വൻമരമായി വളർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രവാസ ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശമ്പള കുടിശ്ശിക ചോദിച്ചതിനെ തുടർന്ന് ഹുറൂബിലാക്കിയ തലശ്ശേരി കതിരൂർ സ്വദേശി ശ്രീജിത്തിനെ കോടതി തുണച്ചു. ഹുറൂബ് നീക്കം ചെയ്ത് കുടിശ്ശിക ശമ്പളവും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റും നൽകാൻ കോടതി വിധിയായി. 2014 ഡിസംബറിൽ മലേഷ്യയിലേക്ക് ബേബി സിറ്ററായിട്ട് പോയ എറണാകുളം അയ്യമ്പള്ളി സ്വദേശി രാജിക്ക് ലഭിച്ചത് വീട്ടുജോലിയാണ്. 62 വയസ്സുള്ള രാജി ചതിക്കപ്പെടുകയായിരുന്നെന്ന് ഭർത്താവ് ശിവദാസൻ സാക്ഷ്യപ്പെടുത്തുന്നു. 30,000 രൂപയോളം വിസയ്ക്ക് ചെലവാക്കിയാണ് രാജി മലേഷ്യയിലേക്ക് പോയത്. രാജിയെ തിരികെ എത്തിക്കണമെന്ന ആവശ്യവുമായാണ് ഇദ്ദേഹം പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. രാജിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. രാജി എത്ര വർഷമായി പോയിട്ട്? 10 ദിവസം കൂടി ആയാൽ 3 മാസം സാറേ. 10 ദിവസം കൂടി ആയാൽ 3 മാസം ആയിട്ടുള്ളൂ. ഡിസംബറിലാണ്, കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. ആരാ കൊണ്ടുപോയത്? ഡിസംബറിൽ ഒരു 3 ഇടനിലക്കാരുണ്ടായിരുന്നു, അവർ വഴിയാണ്. അവർ രണ്ടാൾ ഇപ്പോഴും അവിടെ മലേഷ്യയിലാണ്. ഒരാൾ പറവൂരുണ്ട്. എന്താ പേര്? അവരുടെ പേര് സിന്ധു എന്നാണ്. സിന്ധു, അഭി, ധനുഷ് അല്ലേ? 3 പേര്. ഈ 3 പേരാണ് കൊണ്ടുപോയത്. ഈ 62 വയസ്സുള്ള ആളെയാണ് കൊണ്ടുപോയത്. എന്ത് ജോലിക്കാണെന്ന് പറഞ്ഞു കൊണ്ടുപോയത്? അവർ കുട്ടികളെ നോക്കാൻ. എന്നിട്ട് അവിടെ ചെന്നപ്പോ കുട്ടികളൊന്നുമില്ല. അവിടെ ഇപ്പൊ കുട്ടികളെ നോക്കുന്നുണ്ട്, 4 കുട്ടികളെ നോക്കണം. ഇപ്പൊ അടുക്കള പണിയുണ്ട്. ബാക്കി ശമ്പളം കിട്ടണ്ട. ശമ്പളം ഇതുവരെ കിട്ടിയേക്കണ 10,000 രൂപയാണ്. 3 മാസമായിട്ട്. എത്ര രൂപയാ പറഞ്ഞിരുന്നത്? 30,000 മാസം. അവരോട് തിരിച്ചു കൊണ്ടുവരാൻ പറയുമ്പോ എന്താ പറയുന്നത്? തിരിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ ഞങ്ങള് നിങ്ങളുടെ ഇടനിലക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അത് തന്നിട്ട് പോയിക്കൊള്ളാൻ. ആദ്യം ഞാൻ ഇവരെ കെയർ ചെയ്തില്ല. ഇപ്പോൾ അവർ പറഞ്ഞ എന്നോട് ഞാനോട് മരിച്ചു പോകും കേട്ടോ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. മലേഷ്യയിലെ പ്രവാസ ലോകം പ്രവർത്തകരോടാണ്. രാജി കുറച്ച് പ്രായമായുള്ള സ്ത്രീയാണ്. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില ആളുകൾ പറഞ്ഞപ്പോൾ ആ കടം വീട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോലി പറഞ്ഞ ജോലിയല്ല, കണ്ടമാനം ജോലി ചെയ്യണം. ഇപ്പോൾ 3 മാസമായിട്ട് 10,000 റുപ്യ കിട്ടിയുള്ളൂ. ഇവിടെ വെറുതെ നടന്നാൽ കിട്ടും 10,000 രൂപ. അപ്പോൾ ഈ വക പരിപാടിക്ക് വേണ്ടി നമ്മളെ മലയാളികളെ എന്തിനാണ് നിങ്ങൾ ഈ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത്? പാവം അവരിവിടെ നല്ല നിലയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു പൊക്കോളൂ. ആ സാധു സ്ത്രീയെ നിങ്ങളുടെ ഒക്കെ പറഞ്ഞ വിശ്വാസത്തിലാണ്. അതിൻ്റെ ഭർത്താവ് പറഞ്ഞു പോകണ്ട. നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്? അവരെ കൊണ്ടുപോയി അവരെ നിങ്ങൾ ചതിയിൽ പെടുത്തിയ പോലെ എനിക്ക് തോന്നണം. കഴിയുന്നതും വേഗം അവർ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ചെയ്യുക. 17 വർഷങ്ങൾക്ക് മുൻപ് ബഹ്റിനിലേക്ക് ആശാരിപ്പണിക്കായി പോയ കാട്ടാക്കട സ്വദേശി ഗോപകുമാർ അവിവാഹിതനാണ്. ഒരിക്കൽ പോലും ഇദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ടില്ല. 5 വർഷങ്ങൾക്ക് മുൻപ് ഗോപകുമാറിന്റെ അച്ഛനും 3 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ അമ്മയും മരിച്ചു. ഇന്ന് ഗോപകുമാറിനെ അന്വേഷിക്കാൻ ആകെ ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ അമ്മാവനും സുഹൃത്തായ രാജനുമാണ്. ഗോപകുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മനുഷ്യസ്നേഹികൾ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ഞങ്ങളും കാത്തിരിക്കുകയാണ് ഗോപകുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നതിനായി. ഗോപകുമാർ ഒരു വിവരവും പോയതിനു ശേഷം ഉണ്ടായിരുന്നു, വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത 1 വർഷത്തേക്ക് മുമ്പ് വരെ ഞങ്ങളായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മ മരിച്ചപ്പോഴും വിളിച്ചിരുന്നു, അച്ഛൻ മരിച്ചപ്പോഴും വിളിക്കുമായിരുന്നു. അതുവരെ കാശ് എന്താണെന്ന് അറിയില്ല. അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. എത്ര പ്രായം ഉണ്ടാവും? ഇപ്പോൾ ഒരു 39-40 വയസ്സുണ്ടാവും. ചെറിയൊരു വീടുണ്ട്. പിന്നെ സഹോദരങ്ങളാരും ഇല്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. അമ്മയൊക്കെ മരിക്കാൻ സമയത്തൊക്കെ ഒത്തിരി കാണാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഒരുപാട് പ്രതീക്ഷയായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് വന്നില്ല. അല്ല, ഞങ്ങൾ മരിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും വിളിച്ചിരുന്നു. അപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് മാത്രം പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ ഇവിടെ സൂക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും വിളി കേട്ടില്ല. എന്താ വരാത്തതെന്നാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അമ്മ മാത്രമേ, അമ്മയും അച്ഛനേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ അമ്മാവനൊക്കെയാണ്, ഇവരൊക്കെയാണ് കൂടുതൽ. പൊതുവെ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ശാന്തനായിരുന്നു, നല്ല സ്നേഹമായിരുന്നു എല്ലാവരുമായിട്ട്. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്നേഹമായിരുന്നു. അല്ല, ഞങ്ങള് പിന്നെ അമ്മ മരിച്ചപ്പോൾ വരുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോഴാണ് ഞങ്ങളടുത്ത് നിങ്ങൾ മുമ്പ് വരാഞ്ഞ്
ഞങ്ങൾക്ക് പറയാനിലൊക്കെ നല്ല ഇതുള്ളായിരുന്നല്ലേ. അല്ല, ഇതിപ്പോ ഇവരൊക്കെ അച്ഛൻ മരിച്ചപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞു വരുമെന്ന് പറഞ്ഞിരുന്നു. അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അമ്മാവന്മാരൊക്കെ പറയുന്നു വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ബോധത്തിനോ അപ്പുറത്ത് വേറൊരു രീതിയിലുള്ള ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വ്യക്തിയിലും എന്നുള്ളതാണ്. കോപകുമാർ ഏക മകനായിരുന്നു, കടമുണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയും സ്നേഹമുള്ള ആളുകളായിരുന്നു, നാട് മുഴുവൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു, അമ്മാവന്മാരുണ്ടായിരുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്? ഇപ്പോൾ പുനഃപരിശോധന നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഗോപകുമാറിനും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പോലെ താൻ എന്തുകൊണ്ട് ഇത്രയും കാലം വീടും നാടും ഉപേക്ഷിച്ചു നിന്നു, എന്തു നേടി, താൻ എന്തു നേടി? ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ശ്രുതിയുണ്ട് എന്ന് പറയാം, അതിനും വിരോധമുള്ള ആളുകളായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഭാര്യയും മക്കളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സ്വീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നു, മറ്റു ബാധ്യതകളൊന്നുമില്ലല്ലോ. അപ്പം അത് ഒരു കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ എനിക്കറിയാത്ത എന്തോ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു മനസ്സിൽ. മനുഷ്യരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ലല്ലോ.